ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. എങ്ങടാന്ന് വെച്ചാൽ നമ്മളിന്ന് വാൾമാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ ആദ്യം തന്നെ ലഞ്ച് കഴിക്കാനുണ്ട്. അപ്പോൾ ആദ്യം റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിതേ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ കുറച്ച് സമയം എടുക്കും ഊബർ വരാനായിട്ട്, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ അതേ ഊബർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഊബർ ടാക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ 4 പേരാണല്ലോ. ചില ടാക്സികളിൽ അവർ ഫ്രണ്ടിൽ സീറ്റിൽ ആളെ ഇരുത്താൻ സമ്മതിക്കില്ല കേട്ടോ. ബാക്കിലെ സീറ്റിൽ തന്നെ നമ്മൾ 4 പേരും ഇരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചില നിബന്ധനകളൊക്കെ ഇവിടെ ഉണ്ട്. അത് ഇവിടെ നിർബന്ധമാണെന്നാണ് പറയണത്. പിന്നെ ചില ടാക്സി ഡ്രൈവർമാർക്ക് പ്രശ്നമില്ലെങ്കിൽ അവർ ഫ്രണ്ടിലിരുത്തും, ചിലവർ നിർബന്ധമായിട്ടും ബാക്കിൽ തന്നെ ഇരിക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. അത് പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേ ഇന്നിപ്പോൾ നമുക്ക് ഡ്രൈവറായിട്ട് കിട്ടിയേക്കണത് ഒരു ഈജിപ്തിലുള്ള ഒരു ചേട്ടനാണ് കേട്ടോ. അങ്ങനെ ചേട്ടനായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നാണ് നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അതേ പെട്ടെന്ന് തന്നെ ഹൈവേയിലേക്ക് കടക്കാം. പിന്നെ ഇവിടുത്തെ എല്ലാ ഷോപ്പുകളും തന്നെ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ കാഴ്ചകളൊക്കെ പതിപോലെ തന്നെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതേ ഇവിടുത്തെ വീടുകളൊക്കെ തന്നെ എല്ലാ വീടുകളും ഒരുപോലെ കണ്ടു ഇരിക്കണം. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പെയിൻറ്റിങ്ങിലൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഭയങ്കര ക്യൂട്ടാണ് ഇവിടുത്തെ വീടുകൾ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതൊക്കെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളുണ്ട് കേട്ടോ ഈ സ്ഥലത്ത്. എല്ലാ പള്ളികളും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വളരെ ക്യൂട്ടായിട്ടാണ് നമുക്ക് പള്ളികളൊക്കെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നോക്കി നിന്ന് പോകും കേട്ടോ. അത്രയ്ക്ക് മനോഹരമായതാണ് ഇവിടുത്തെ പള്ളികളൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പള്ളികളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതേ ഇവിടുത്തെ വീടുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടുത്തെ വീടുകൾക്കൊന്നും ഗേറ്റോ മതിലോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ. പിന്നെ ഈ ഉൾഭാഗങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില വീടുകൾക്ക് ഗേറ്റും മതിലൊക്കെ ഉണ്ടാവും. അപ്പം ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ ഇതേമാതിരി എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കണേണ്. നല്ല ഭംഗിയുണ്ട്. അതാറ് നമുക്ക് എല്ലാ വീടുകളും ഇങ്ങനെ കാണാൻ പറ്റും റോഡിലൂടെ പോകുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ, ഇങ്ങനെ ഓപ്പണായിട്ടാണ് കിടക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വീടുകളും ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലായിടത്തും ഇങ്ങനെ പുല്ലുകളൊക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ന്യൂജേഴ്സി സിറ്റിയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡറാണ് കേട്ടോ അത്. ഇവിടെ ആരൊക്കെ വീട് പണിയുന്നുണ്ടോ, ആരൊക്കെ സ്ഥാപനങ്ങൾ പണിയുന്നുണ്ടോ, അവിടെയൊക്കെ ഇങ്ങനെ പുല്ല് പിടിപ്പിച്ച് മനോഹരമാക്കണമെന്നുള്ളത് ഇവിടെ ഒരു നിർബന്ധമുള്ള റൂളാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു പിഴ തന്നെ കൊടുക്കണം കേട്ടോ ഗവൺമെൻറ്റിന്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ വീടുകളിലും ഫ്രണ്ടിലും ചുറ്റുപാടും ഒക്കെ നോക്കിയാൽ ഇതുമാതിരി ഇങ്ങനെ പുല്ലുപിടിപ്പിച്ചേക്കണ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ന്യൂജേഴ്സിനെ ഗാർഡൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേര് പോലെ തന്നെ വളരെ മനോഹരമാണ് കേട്ടോ ഈ സ്ഥലം. എല്ലാ വീടുകളിലും പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്, ചെടികളുണ്ട്, പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ അവരതനുസരിച്ച് അവരത് മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീടുകളിലും അതിൻ്റേതായ എക്യുപ്മെൻറ്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ വെക്കാനുള്ള എല്ലാ ചെടികളും പൂക്കളും പിന്നെ അതുപോലെ മണ്ണ് വളങ്ങൾ എല്ലാം നമുക്കവിടെ വിൽപ്പനയ്ക്ക് വെച്ചേക്കണതൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ ഇതേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. പുറത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അതുപോലെ അകത്താണെങ്കിലും നല്ല വിശാലമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ വൈൽഡ് വിങ്സ് എന്നാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വരുന്നത്. അങ്ങനെ നമ്മളിതേ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുക കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനും എല്ലാ റെസ്റ്റോറൻറ്റിനും ഉണ്ട് കേട്ടോ അകത്ത് ഇങ്ങനെ ചെറിയൊരു പോർഷൻ. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ അതിങ്ങനെ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എന്താണോ എനിക്ക് അതിൻ്റെ ഒരു ഗുട്ടൻസ് പിടിയിട്ടിട്ടില്ല കേട്ടോ. കണ്ടില്ലേ ചെറിയൊരു ഭാഗം.
അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അതേ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ അവർ പറയണ സീറ്റിലാണ്ടോ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ അവർ നമുക്ക് സീറ്റുകൾ കാണിച്ചു തരുന്നുണ്ട്. അവിടെ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതേ ഇത് നോക്കിയേ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് എത്ര TV ആണെന്നറിയോ, കണ്ടില്ലേ? ഒരുപാട് TV കളുണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത്, വലുതും ചെറുതും അങ്ങനെ എണ്ണി തീരാത്തത്ര TV കളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ ഈ ഗെയിംസും കാര്യങ്ങളും കളർ പെൻസിലും അതൊക്കെ അവരിങ്ങനെ കൊടുക്കും കേട്ടോ നേരം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളും അവിടെ ഇരുന്ന് അങ്ങനെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്, ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അവർ വന്നിട്ട് കോക്ക് വേണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ വേറെ വല്ല ഡ്രിങ്ക്സ് വേണോ എന്നൊക്കെ ചോദിക്കും. അതിവിടെ നിർബന്ധമായിട്ടുള്ള കാര്യമുണ്ട്. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എങ്കിൽ എല്ലാവരും അത് ഇവിടെ കുടിക്കണം നമ്മൾ കാണാറുണ്ട്. ചില റെസ്റ്റോറൻറ്റിൽ ഈ ഒരു ഗ്ലാസ് നമ്മൾ കോക്ക് വാങ്ങിച്ചാൽ പിന്നെ അത് അൺലിമിറ്റഡ് ആണ് കേട്ടോ. നമുക്ക് എന്തോരം വേണമെങ്കിലും ഇവിടുന്ന് നമുക്ക് കുടിക്കാൻ സാധിക്കും. ആ ഒരു ഗ്ലാസിൻ്റെ റേറ്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി കേട്ടോ ചില റെസ്റ്റോറൻറ്റിൽ. അപ്പം ഞാൻ ദേ ഒരു ഗ്ലാസ് കോഫി വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കോക്ക് കഴിക്കണ്ടെന്ന് വിചാരിച്ച്, പിള്ളേർക്ക് പിന്നെ അതൊക്കെ മതിയല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കട്ടൻ കാപ്പി പോലെ ഇങ്ങനെ തരും കേട്ടോ. പിന്നെ അതിൽ ആവശ്യത്തിനുള്ള പാല് പഞ്ചസാരയൊക്കെ നമ്മൾ എക്സ്ട്രാ ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ അവരിങ്ങനെ ഒരു പാക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പാക്കറ്റുണ്ട്, ഇത് പാലാണ് കേട്ടോ. പിന്നെ പഞ്ചസാര, അപ്പോൾ അത് വേറൊരു പാക്കറ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആവശ്യാനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് നമ്മൾ പാൽ കോഫി രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ അതിലേക്ക് ഇങ്ങനെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ ആ ഫ്ലൈറ്റിൽ നിന്ന് കുടിച്ചിട്ട് പിന്നെ അതേ ഇപ്പോഴാണ് കേട്ടോ ഈ പുറത്തുനിന്ന് കോഫി കുടിക്കണത്. പക്ഷേ എങ്കിൽ വിചാരിച്ചത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വല്ലാത്തൊരു കയ്പ്പ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കോഫിക്ക്. അങ്ങനെ അതേ അതിന് ശേഷം നമ്മുടെ ഫുഡുകൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഒരു ചിക്കൻ വിങ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്ലേവർ എന്താണെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ല കേട്ടോ. എന്തോ ഒരു ഫ്ലേവറാണ് കേട്ടോ അതിലിങ്ങനെ ഒരു ഗ്രേവി ഒഴിച്ചിട്ടുണ്ടായേക്കണത്. അപ്പോൾ ബർഗർ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ചീസൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ചിക്കൻ വിങ്സ് കുഴപ്പമില്ല എന്ന് പറയാൻ, ഒരു നോർമൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ TV കാര്യം പറഞ്ഞാൽ ഇവിടെ ഓരോ TV ഈ സ്പോർട്സിൻ്റെ ഇങ്ങനെ ഓരോ ചാനലുകളാണ് ഇട്ട്, ചാനലല്ല എന്തോ ലൈവ് പ്രോഗ്രാമാണ് ഉണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലതിൽ ഫുട്ബോൾ, ചിലതിൽ ക്രിക്കറ്റ്, ചിലതിൽ ഹോക്കി, ചിലതിൽ എന്താ പറയുക ഇങ്ങനെ കുതിര മത്സരങ്ങളൊക്കെ ഇല്ലേ, കുതിര ഓട്ട മത്സരം, അങ്ങനെ ഓരോരോ ഗെയിമുകളാണ്. എനിക്ക് ചിലതൊന്നും അറിയില്ല പേര്. അപ്പോൾ ഓരോന്നിലും ഓരോന്നാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനും അതനുസരിച്ച് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഗെയിമിലനുസരിച്ച് കൈയടിക്കുക, കൂവുക, അതൊക്കെ അവിടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ മതിലയിലൊക്കെ ഫുള്ള് സ്പോർട്സിൻ്റെ പടങ്ങൾ, അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു. നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ അവിടെ. വലിയ റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ ആ TV ഇരിക്കുന്ന സെക്ഷൻ കണ്ടില്ലേ, അതൊക്കെ കഴിഞ്ഞ് അപ്പുറത്തും ഒരുപാട് നീളത്തിലുണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റ്. ഫുള്ളൊന്നും എനിക്ക് ഈ വീഡിയോയിലൊന്നും പകർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ ഊബറൊക്കെ കിട്ടി നമ്മളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വാൾമാർട്ടിലേക്കാണ് കേട്ടോ. വാൾമാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതായത് നമ്മുടെ നാട്ടിൽ റിലയൻസ് ഒക്കെ പറയില്ലേ, അതേമാതിരത്തെ ഒരു സൂപ്പർ മാർക്കറ്റ്. അപ്പം ആ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവിടെ കിട്ടാത്ത ഐറ്റംസുകളേ ഇല്ല കേട്ടോ. ഇപ്പോൾ അതായത് ഇപ്പം എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ പലചരക്ക് സാധനങ്ങൾ, ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾ, പിന്നെ ഫുഡ് കോർട്ടുകൾ, ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, പിന്നെ മരുന്നുകൾ, അങ്ങനെ എന്ത് വേണ്ട. പിന്നെ അതുപോലെ ഈ ഡെക്കാത്ലോണിൻ്റെ ചെറിയ സെക്ഷൻ, അതായത് സൈക്കിളുകൾ, സ്പോർട്സ് ഐറ്റംസുകൾ, പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ, അങ്ങനെ എന്ന് വേണ്ട മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. അപ്പം റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല റേറ്റ് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. എങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ നമ്മളങ്ങനെ ആ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു സെക്ഷൻ ഇങ്ങനെ കാണും. അങ്ങനെ നോക്കിയാൽ വലിയ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. എന്താ പറയുക, കിലോമീറ്ററുകളോളം നീണ്ട് കിടക്കണം ഇങ്ങനെ സൂപ്പർ മാർക്കറ്റാണ്. എത്ര നടന്നാലും എത്തൂല കേട്ടോ, അത്രക്ക് നീട്ടമുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഫാർമസിയുടെ ഭാഗമുണ്ട്. അപ്പോൾ ഒരുപാട് മരുന്നുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട ഈ പനി, ചുമ അങ്ങനത്തെയൊക്കെ ഇല്ലേ,
കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ മരുന്നുകൾ, ഓയിൻമെൻറ്റുകൾ, സ്പ്രേകൾ, അതൊക്കെയാണ് കേട്ടോ ഈ സെക്ഷൻ. അപ്പോൾ ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ പോലെ എന്തോ മെഡിക്കൽ ഡോക്ടറിൻ്റെ ചീട്ട് അതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റ് പോലെ ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. പിന്നെ അതുപോലെ ഇത് പാത്രങ്ങളുടെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. നമ്മൾ കാണാത്ത ടൈപ്പ് പല രൂപത്തിലൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ ചില പാത്രങ്ങളൊക്കെ നമുക്ക് ഓഫറിൽ ഉണ്ടാവില്ല, ലുലുവിലൊക്കെ നമുക്ക് കിട്ടൂലേ, അതുപോലെ എന്ന് വെച്ചുകൊണ്ട് അതേ അത്രയ്ക്ക് ഓഫറിലൊന്നും കിട്ടുകയൊന്നുമില്ല. ഇവിടെയും റേറ്റിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ലുലു എങ്ങനെയാണോ അതേപോലെ കണ്ടു ഇവിടെ ഇരുന്നേച്ചത്. പക്ഷേ എങ്കിൽ ഇവിടെ എല്ലാം കൂടി കൂടിയതാണ്. ലുലു എന്ന് പറഞ്ഞാൽ ഹൈപ്പറും ഒറ്റയ്ക്ക്, പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷൻ വേറെ, ഇലക്ട്രോണിക് സെക്ഷൻ വേറെ, അങ്ങനെയൊക്കെ അല്ലേ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വലിയ ഷോപ്പ്, അങ്ങനെയാണ് ഈ വാൾമാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓരോരോ സെക്ഷനുകളാണ്. അപ്പോൾ ഓരോ സെക്ഷനുകളും എനിക്ക് എല്ലാം ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല കേട്ടോ. പറ്റണ പോലെയൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രോണിക്കിൻ്റെ ഒരു സെക്ഷനാണ്. ഓവനുകൾ, മിക്സികൾ, പിന്നെ എന്താ പറയുക, എനിക്കറിയാത്ത കുറേ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണാം, അതൊക്കെയാണല്ലോ നമ്മുടെ പരിപാടി. പിന്നെ അതേപോലെ ബെഡ്ഷീറ്റുകളൊക്കെ കിട്ടും. നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അയ്യോ അതാവശ്യമാണല്ലോ എന്നൊക്കെ തോന്നുന്നത്. ഇതൊക്കെ സൈക്കിളുകളാണ്. പിന്നെ അതുപോലെ ഡെക്കാത്തലോണിൽ കിട്ടണ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്വിമ്മിങ് ഡ്രസ്സുകൾ, പിന്നെ അതുപോലെ ഈ കുട്ടികൾക്ക് കളിക്കണ ഈ പൂള് പോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമൊക്കെ തോന്നും. പിന്നെ നമ്മൾ കാണാത്ത കുറേ സാധനങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇത്. അതായത് നമുക്ക് വേണ്ടതായിട്ടുള്ള ബ്രാൻഡുകളും നമ്മുടേതായ സാധനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോകണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ടത് ഇത് കണ്ട ക്യാപ്സിക്കം, പിന്നെ അതുപോലെ തന്നെ സവാളകൾ, അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ മുന്തിരിയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഓരോ പാക്കറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ആ പാക്കറ്റ് അങ്ങനെ തന്നെ നമ്മൾ വാങ്ങിക്കണം കേട്ടോ, അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ഈ ലുലുവിൽ കാണൂലേ, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വെജിറ്റബിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് തൊണ്ടൊക്കെ കളഞ്ഞ് വച്ചേക്കണത്, അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ നമ്മൾ കാണാത്ത ടൈപ്പ് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇത് കണ്ടില്ലേ, ഇത് മാതിരി ഇങ്ങനെ ഓരോ ബോക്സിലാക്കി ഇങ്ങനെ വച്ചേക്കാണ്. പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് വെജിറ്റബിളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ എല്ലാം ഒന്നും നമ്മൾ അറിയണ നമ്മൾ ഉപയോഗിക്കണ വെജിറ്റബിളൊക്കെ കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ ഇവർ കൂടുതലും ഈ സാലഡ് ഐറ്റംസുകളൊക്കെയാണല്ലോ ഉണ്ടാക്കണത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പച്ചക്കറികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് ടൊമാറ്റോയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഈ ഇലകൾ പോലത്തെ അങ്ങനത്തെ കുറേ വെജിറ്റബിളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇത് തണ്ണിമത്തനാണ്. ഇവിടുത്തെ തണ്ണിമത്തൻ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടണേലും നല്ല വലിപ്പമുണ്ട് ഇവിടുത്തെ തണ്ണിമത്തൻ. അത് വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട് ഈ തണ്ണിമത്തനൊക്കെ ഉള്ളത്. പിന്നെ ഇതൊക്കെ റോബസ്റ്റിൻ്റെ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആളുകൾ കൂടുതലും റോബസ്റ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ഏത്തപ്പഴമൊക്കെ ഉപയോഗിക്കും, എങ്കിൽ പോലും കൂടുതലും റോബസ്റ്റാണ് ഞാൻ എല്ലാ ഷോപ്പുകളിലും കണ്ടേക്കണത്. പിന്നെ ചെറുപഴമൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. ചെറുപഴമായിട്ട് ഇവർ വച്ചേക്കണത് എനിക്ക് തോന്നണ ഈ റോബസ്റ്റ് തന്നെ ചെറുതായിട്ടുള്ള ഇതാണെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുഡ് കോർട്ടാണ്. പിന്നെ അവിടെ കുറേ ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഇത് ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കണ പോലെ കുർത്ത അതൊന്നും ഇവിടെ ഇല്ല. കൂടുതലും ജീൻസ്, ടോപ്പുകൾ, പിന്നെ ചെറിയ കുർത്തീസുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ലെഗിൻസ്, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ കൂടുതലുള്ളത്. അപ്പോൾ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ജസ്റ്റ് അതൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ നടക്കണ വഴിയിലാണ് കേട്ടോ ഇങ്ങനെ ഒരു മതിലയിൽ ഒരു പോസ്റ്റ് കണ്ടത്. ഇങ്ങനെ ഈ കുട്ടികളെ മിസ്സായെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഈ നാട്ടിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ കുട്ടികളെ കാണാതാവൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്തിടെയായിട്ട് നമ്മളിവിടെ കാണാൻ സാധിച്ചത് സ്കൂളുകളിൽ വന്നിട്ട് ഇങ്ങനെ ഗണ്ണ് ഷൂട്ട് ചെയ്യുക, അതൊക്കെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ നമ്മൾ നാട്ടിൽ ഈ ബ്യൂട്ടി പാർലറുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കേട്ടോ ഇവിടെ എന്താ പറയുക, ഈ നെയിലില്ല, അതായത് നമ്മുടെ നഖം
ഇങ്ങനെ ക്യൂടെക്സ് ഒക്കെ ഇട്ട് മനോഹരമാക്കണം അങ്ങനത്തെ ഷോപ്പുകൾ ഈ സൂപ്പർ മാർക്കറ്റിലുണ്ട് കേട്ടോ. ഇവിടെ തന്നെയല്ല കേട്ടോ, ഇവിടെ നോക്കിയാലും നമുക്ക് അങ്ങനത്തെ ഷോപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ ഇപ്പം തന്നെ പറയണില്ല, ഇനി നമ്മളിവിടെ വരുമല്ലോ അപ്പം ഞാൻ അതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിതേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് അത്രയും ഒരു ലേറ്റായിന്ന് അറിയാൻ പറ്റൂല അല്ലേ. അപ്പോൾ അതേ നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഊബർ വരാനായിട്ട്. ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതേ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്ത് ഇതുമാതിരി കുറേ ചെയറുകളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അകത്തും പുറത്തും ഒക്കെ അവരിങ്ങനെ ഓരോന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അങ്ങനെ ഊബർ വന്നു, നമ്മൾ സാധനങ്ങളൊക്കെ ആ ഭാഗത്ത് വെച്ച് ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ പതിവ് പോലെ തന്നെ ഞാൻ കാഴ്ചകളെല്ലാം തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പുകളൊക്കെ ഇടണത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്കും ഇതൊക്കെ എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല, അത്രക്ക് ഭംഗിയുണ്ട് ഇവിടുത്തെ ഓരോ കാഴ്ചകളും കാണാനായിട്ട്. കാര്യം ഇവിടുത്തെ വീടുകളിൽ വല്ല വെറൈറ്റി ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ ഓരോ വീടും ഓരോ ഭംഗിയാണല്ലോ നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാ വീടും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കണത്. നമ്മുടെ കുട്ടികൾ ഈ പടം വരക്കൂലേ അതുമാതിരി ഇരിക്കണല്ലേ ഇവിടുത്തെ വീടുകൾ. ഇങ്ങനെ പടത്തിൽ കാണുന്ന പോലെ അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ള വീടുകളാണ് ഇവിടെ ഓരോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ഇങ്ങനെ വീഡിയോ എടുത്തിട്ടും ഇങ്ങനെ മതിയാവണമെന്നുണ്ടായിരുന്നില്ല. അതാട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വാൾമാർട്ടിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ തീരുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇനിയും ഞങ്ങൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിലൊന്നും പകർത്താനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ ആ സൂപ്പർ മാർക്കറ്റിൽ കാണാനും വാങ്ങിക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ റേറ്റ് ഒന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല. പക്ഷേ എങ്കിൽ നമ്മൾ ഇന്ത്യക്കാരായ സ്ഥിതിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ഇല്ലാറ സാധനങ്ങൾ വാൾമാർട്ടിലും വന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതേ അങ്ങനെ നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ആദ്യം റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചത്, പിന്നെ അതുപോലെ തന്നെ വാൾമാർട്ടിൽ പോയതും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലല്ലേ നമ്മുടെ വീഡിയോക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങളത് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഭാഗത്താണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.